എല്ലാവർക്കും നമസ്കാരം. യുകെയിൽ വലിയ സാഹചര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നഴ്സിംഗ് ഹോമുകൾ അടച്ചുപൂട്ടേണ്ടി വരും എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വൃദ്ധജനങ്ങൾ പരിപാലക്കാരില്ലാതെ നരക ജീവിതത്തിലേക്ക് പോകുന്ന സാഹചര്യം യുകെയിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വിസ ഉള്ളവർക്ക് പുതുക്കാനും സ്വിച്ച് ചെയ്യാനും അനുമതി ഉണ്ടെങ്കിലും പുതിയ കെയർ വിസ ഇല്ലാതാകുന്നതിൽ ഞെട്ടി ബ്രിട്ടനിലെ നഴ്സിംഗ് മേഖല എന്നാണ് പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കെയർ വിസ പൂർണ്ണമായും നിർത്തലാക്കുന്ന കിയർ സ്റ്റാമറുടെ നയം അനേകം സോഷ്യൽ കെയർ ഹോമുകളുടെയും നഴ്സിംഗ് ഹോമുകളുടെയും അടച്ചുപൂട്ടലിലേക്ക് വഴിതെളിക്കുമെന്ന് കെയർ സേവനദാതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കെയർ മേഖല ഒന്നാകെ ശിക്ഷിക്കുന്ന സമീപനമാണ് ഇതിൽ കാണുന്നതെന്നും അവർ ആരോപിക്കുന്നു. വിദേശത്തു നിന്നും കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് അവസാനിക്കുന്നതോടെ വൃദ്ധർക്കും അവശരായ രോഗികൾക്കുമൊക്കെ സുരക്ഷിതമായ ശ്രദ്ധ ലഭിക്കാതെ വരുമെന്നും അവർ പറയുന്നു. സർക്കാർ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷം ഈ വർഷം ഏപ്രിലിനും ഇടയിൽ 26,100 പേരാണ് കെയർ വർക്കർ വിസ ഉപയോഗിച്ച് ബ്രിട്ടനിൽ എത്തിയിട്ടുള്ളത്. 2023 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ 1,43,900 പേരാണ് കെയർ വർക്കർ വിസയിൽ ബ്രിട്ടനിൽ എത്തിയത് എന്നോർക്കണം. ആശ്രിതരെ കൂടെ കൊണ്ടുവരുന്നതിലുള്ള നിയന്ത്രണം ഉൾപ്പെടെ 2024 ഹെൽത്ത് വർക്ക് വിസ, കെയർ വർക്കർ വിസ ചട്ടങ്ങളിൽ വരുത്തിയ നിയന്ത്രണങ്ങളാണ് ബ്രിട്ടനിലെത്തുന്ന കെയർ വർക്കർമാരുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. 2021 ഹോം ഓഫീസ് കെയർ വർക്കർ വിസ ആദ്യമായി കൊണ്ടുവന്നത്. ഈ വിസ റൂട്ട് ദുരുപയോഗം ചെയ്യുന്നതും ഇത്തരം വിസയിൽ എത്തിയവർ ചൂഷണം ചെയ്യപ്പെടുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. വിദേശ കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് പൂർണ്ണമായും നിർത്തലാക്കുന്നതോടെ 7,000 കെയർ വർക്കർമാരുടെ കുറവുണ്ടാകും എന്നാണ് സർക്കാർ കണക്കുകൾ കൂട്ടുന്നത്. മന്ത്രിമാർ എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ കെയർ മേഖല സർക്കാരിനെ സംബന്ധിച്ച് അത്ര പ്രധാനപ്പെട്ട ഒന്നല്ല എന്നാണ് പുതിയ നയം സൂചിപ്പിക്കുന്നതെന്ന് ഹോം കെയർ അസോസിയേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് അറിയിക്കുകയുണ്ടായി. പ്രവർത്തന ചിലവ് വർദ്ധിച്ചു വരുന്നതും ആവശ്യമായ സാമ്പത്തിക സഹായം ലഭിക്കാത്തതുമൊക്കെ ഈ മേഖലയെ ശ്വാസം മുട്ടിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു നിയമം മേഖലയുടെ അന്തിമ ശ്വാസത്തിന് കാരണമാകുമെന്നും ഡോക്ടേഴ്സ് പറയുന്നു. സുരക്ഷിതമായും അന്തസ്സോടെയും വീടുകളിൽ കഴിയാൻ സാഹചര്യമില്ലാത്ത വൃദ്ധർക്കും അവശരായ രോഗികൾക്കും ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കുമെന്നും ഈ മേഖലയിലുള്ളവർ പറയുന്നു. നാഷണൽ കെയർ അസോസിയേഷൻ സഹ ചെയർപേഴ്സൺ സമാനമായ ചിന്തകളാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ കെയർ മേഖലയിലേക്ക് ആവശ്യമായ തൊഴിലാളികളെ ലഭിക്കാതെ വരും. ഇത് പല കെയർ ഹോമുകളുടെയും അടച്ചുപൂട്ടലിലേക്ക് നയിക്കുകയും ചെയ്യും. ബ്രെക്സിറ്റിനു ശേഷം ഈ മേഖലയ്ക്ക് ഒരു തിരിച്ചുവരവ് നടത്താനായി എന്നത് പ്രത്യേകം ഓർക്കണമെന്നും നാദ്ര പറയുകയുണ്ടായി. സോഷ്യൽ കെയർ മേഖല ദേശസത്കരിക്കാനുള്ള പദ്ധതിയാണെന്നും ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സാമ്പത്തിക വ്യവസ്ഥയിൽ സോഷ്യൽ കെയർ മേഖലയ്ക്കുള്ള സ്ഥാനം ലേബർ സർക്കാർ മനസ്സിലാക്കാതെ പോകുന്നത് നിർഭാഗ്യകരമാണെന്നും പറയുന്നവരും ഉണ്ട്. ഇങ്ങനെ കെയർ വിസ നിർത്തലാക്കിയതോടെ ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന കെയറർമാരുടെ വലിയൊരു കുറവ് ഇന്ന് ബ്രിട്ടനിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ വൃദ്ധരായിട്ടുള്ളവരും ഹെൽത്ത് പ്രശ്നമുള്ള ആളുകളെ കെയർ ഹോമുകളിലേക്ക് വിടേണ്ട സാഹചര്യം വരുമ്പോൾ കെയർ ഹോമുകളിൽ കൃത്യമായ അവർക്ക് ഒരു സാഹചര്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ ഒരു കെയർ കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായവും എംപിമാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിലെന്തെങ്കിലും മാറ്റം വരുമോ എന്ന് അറിയാൻ കഴിയാം. ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.